നിങ്ങൾ കയറിയ കാലിൽ നിൽക്കാതെ അകത്ത് കയറ്. ഫോർ ഷുവർ, വൈ നോട്ട്? ഹരിക്കുട്ട, മുകളിലത്തെ ഏറ്റവും മുകളിലുള്ള മുറിയാണ് നിന്റേത്. അപ്പൊ അവിടെ നിന്ന് പുറത്തുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ? കാഴ്ചയുടെ പേര് പാറുവിന്റെ വീടെന്നാണോ? ഏയ് അല്ല. പട്ടി വാല് വെക്കുമ്പോഴേ തോന്നി. ഞാൻ പോവാ. പറ്റിയ ചാൻസ് ആയിരുന്നു ഈ പിശാശി. തനു, നിനക്ക് എന്റെ മുറിയുടെ ഇപ്പുറത്തെ മുറിയാ, പക്ഷെ അവിടെ നല്ല ചൂടാണ്. ചൂട് എനിക്കൊരു കുഴപ്പമല്ല ലച്ചുമ്മ. ആണോ? അവിടെ ചൂടായതുകൊണ്ട് ദേവന്റെ മുറിയില് വേണമെങ്കിൽ കിടന്നോളാൻ പറയാൻ വരായിരുന്നു. ഇനി വേണ്ട. അയ്യോ ലച്ചുമ്മ, ഇപ്പഴോർത്തെ എനിക്ക് ചൂടെടുത്ത ചൂടുകുരു വരും. നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് ഇപ്പഴോർത്തെ. ഇവൾ ഇപ്പോഴേ വാലുപൊക്കി തുടങ്ങി. രണ്ടും കണക്ക് തന്നെ. ഇവൾ എന്റെ റൂമിന്റെ ഇപ്പുറത്തെ റൂമിലോ? ഈശ്വര, നീ തന്നെ എന്നെ കാക്കണേ. അവിടുന്ന് ഞാൻ അലറി കരഞ്ഞാ പോലും ഇവിടെ കേക്കില്ല. ഡാ ദേവാ, കിളി പോയ പോലെ നിൽക്കാതെ അവളുടെ ബാഗ് എടുത്തുകൊണ്ട് മുകളിലെ റൂമിൽ വെക്കി. അതെന്താ, ഞാൻ ഇവിടുത്തെ വേലക്കാരനോ? ഷോ, പ്രിൻസസ് ട്രീറ്റ്മെന്റ്. ഡാ, അവള് നിന്റെ അനിയത്തിയല്ലേ? ഏതനിയത്തിയ ചേട്ടനെ കാമനോട്ടം നോക്കുന്നേ? നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാനോ? ഒന്ന് വേഗം വാ ദേവാ. പാറുവിന്റെ മുറി മുകളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പോയി നോക്കണം. ഈ കാട്ടുകോഴികൾ. ഞാൻ പോവാ. എന്താടി തനു ഒരു ചാഞ്ചാട്ടം? ഏയ് എനിക്കോ? തോന്നിയല്ലേ? എനിക്കും തോന്നി. സാധാരണ ആണുങ്ങള് പെണ്ണുങ്ങളെ അൺകംഫർട്ടബിൾ ആക്കണേ. ഇത് നേരെ തിരിച്ചാ. ഇനിയും നീ ഇത് തുടർന്ന അവ വല്ല തിണ്ണയിൽ പോയി കിടക്കും. ശരി, ഞാൻ ഇനി നിന്റെ പോലെ സൈഡിൽ നിന്ന് ലൈൻ വലിക്കാം. അല്ലെങ്കിൽ ചെക്കൻ പേടിച്ചു പോവും. നല്ല തീരുമാനം. എന്താന്ന്? പിന്നല്ല, നമ്മളെല്ലാം പൊട്ടന്മാരാണല്ലോ. അവിടെ സൈഡിൽ ഇരുന്ന് കല മുടിച്ചാ കേൾക്കില്ലല്ലോ. പാറുവിന് എന്നെ ഓർമ്മയുണ്ടെന്ന്. അപ്പോ ഞാനായിട്ട് എന്തിനാ എന്ന് കരുതി ഞാൻ അവിടെ കാമനോട്ടൊന്നും നോക്കണില്ല. അത് പിന്നെ മതി, നിന്ന് ഒരു കണ്ട പോയി കുളിക്ക്. ഇന്നലെ എപ്പോ കുളിച്ചതാ? ശരി, ഞാൻ എന്നാ നീരാടട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് എന്റെ ചെക്കനെ വളയ്ക്കണം. തനു ഒന്ന് സൂക്ഷിച്ചോ, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. അതെന്താ, അവൻ നീരാടില്ലേ? ഇവളിത് എടി അതല്ല. ആളൊരു പാവമാണെങ്കിലും കേറി മുട്ടാൻ നിക്കണ്ട. പിന്നെ മുട്ടാനവൻ കഥകല്ലേ. ഞാൻ തഴുകാൻ പോവാ. അയ്യേ ബീഗോപ്പേ, അതൊന്നും വേണ്ട. നീ പോയി അവളെ വലിച്ചാ മതി. അവനെ തൊടണോ അതോ തലോടണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഓടാ വന്നീ. തനു, ഞാൻ പറയണത് കേൾക്ക്. അവന് അവന്റെ ദേഹത്ത് ആരെങ്കിലും തൊടുന്നൊന്നും ഇഷ്ടല്ല. അവന് ഞാൻ ആദ്യമായിട്ട് കാണല്ല. ഞാൻ എന്റെ സ്റ്റൈലിൽ വളയ്ക്കും. ടിപ്സ് തൽക്കാലം വേണ്ട. നീ പോയി സൈഡിൽ നിന്ന് പാറുവിനെ വളക്കി. അയ്യോ, അത് മറന്നു. കുളിച്ച് ഫ്രഷ് ആയോടി? ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാ. ഇവിടെ ഇങ്ങനെയടി പെണ്ണ്. ദേവേട്ടൻ എന്തിയെ? ഈ പെണ്ണിന് അവനെ കാണാതെ പറ്റണില്ലേ? അവനവിടെ ചെടി നനയ്ക്കുവാ. ചെടിയോ? ഇവളെന്താ വാണവോ? ഹലോ, ഇവളെന്താ മായാവിയാണോ? ചെടിക്ക് വെള്ളം ഒഴിക്കാണോ? അല്ല, മുറ്റത്ത് മൂത്രം ഒഴിക്കാം. ചമ്മി. അയ്യേ തന്ത വൈബ്. ഷേ, ഒരു തമാശക്കാരൻ. ഒരടി ഞാൻ. ദേ തനു, എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്കിഷ്ടല്ല. അതെന്താ, തൊട്ടാ പൊള്ളുമോ? തൊട്ടാ പൊള്ളും. ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. തനു, അടുത്ത് വരരുത്. വൈദ്യരെ വിളിക്കേണ്ടി വരും നീ. വൈദ്യരോ? ദൈവമേ, ഈ വെട്ടുപോത്ത് എന്നെ കൊല്ലും. തോൽവി സമ്മതിക്കരുത് തനു. ചന്ദനമയിലെ അമൃതയാവും ഞാൻ. വിക്ടിംഗ് കാർഡ് മോഡോൺ. എന്തായി പറയുന്നേ? ഞാൻ ദേവേട്ടന്റെ അനിയത്തിയല്ലേ?
ഒരു അനിയത്തിക്ക് സ്വന്തം ചേട്ടന്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടില്ലേ? ഇവൾക്ക് എന്നാ മിന്നലടിച്ചാ? ഇനി ഞാനൊരു ഭാരമാവുന്നില്ല. എന്നാ ശരി, ഞാനീ മാറിത്തരാം. ഇതിന് തലയ്ക്ക് വെട്ടാണോ? ഇവൻ എന്താ എന്നെ സമാധാനിപ്പിക്കാത്തെ? ഷേ, ഇനി കരയാം, അല്ലാതെ വഴിയില്ല. ദേവ, നീ ആ കൊച്ചിനെ കരയിപ്പിച്ചോ? ഞാനല്ല. ഞാൻ അവളോട് ആകെ പറഞ്ഞത് എന്റെ ദേഹത്തോടരുതെന്ന്. തൊട്ടാ വൈദ്യുതി വിളിക്കേണ്ടി വരും. കൊച്ചിനെ പേടിപ്പിച്ചിട്ട് തനു, നീ പേടിക്കണ്ട. ഞാനിപ്പോ പേടിച്ച്? അവന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ അവൻ ഇഷ്ടാവില്ല. കാരണം അവനൊരു ബ്രഹ്മചാരിയാവാൻ പോവാ. കാര്യം നീ അവന്റെ പെങ്ങളാണെങ്കിലും നീ ഒരു സ്ത്രീയല്ലേ? ഞാനെപ്പോഴാ അങ്ങനെ പറഞ്ഞേ? നിനക്ക് ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നല്ലാതെ. എന്നാ ഇപ്പൊ വായടക്കി. അതെ തനു, ഞാൻ ബ്രഹ്മചാരിയാവാൻ പോവാ. ബ്രഹ്മചാരി കല്യാണം കഴിച്ചാ കുഴപ്പമുണ്ടോ? ഈ വെളിവ്. തനു, നിനക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി കുടിക്കി. എനിക്ക് വേണ്ട. പഴംപൊരി ഉണ്ട് പെണ്ണെ. ഹരിയുടെ കാര്യം പോട്ടെ, ഇവള് ശിവന്റെ അനിയത്തി തന്നെയാണോ? ശിവനും എന്താ മോശം? പണ്ട് നമ്മുടെ ദേവുവിനെ വളയ്ക്കാൻ നോക്കിയതല്ലേ? അത് പണ്ടല്ലേ. ഇനി എങ്ങനെയാന്ന് കണ്ടറിയാം. അകത്ത് കയറിയല്ലോ, ഒന്നും കാണുന്നില്ല. ഹരിയേട്ടാ. പാറു, എന്താ എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്നേ? അത് ഞാൻ മാവ് നോക്കിയതാ. ഉറപ്പാണോ? അതെന്താന്നറിയോ? ഞാൻ തുണി ഉണക്കാനിടുന്ന സ്ഥലത്ത് മാവില്ല. പാറുമോളെ, ഡി പെണ്ണെ, ആ TV ഓൺ ചെയ്യൂ. ഇതിനാണോ എന്നെ വിളിച്ചേ? അതെ. നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ബിരിയാണി തിന്നണ്ട. ലക്ഷ്മ, എന്താടി ഇതിനു? എന്റെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടി. എനിക്ക് കുളിക്കണം. എന്നാ നീ ദേവന്റെ മുറിയിൽ കയറി കുളിക്കും. ആ ബ്രഹ്മചാരിയുടെ ബാത്റൂമിലെ സ്ത്രീകളെ കയറ്റോ? നീ പോണില്ലേ? ബ്രഹ്മചാരിയാണെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ ഈ മുഴയൊക്കെ ഉണ്ടാക്കല്ലേ? ഈശ്വര, ഇവളെല്ലാം കണ്ടോ? നീ എന്താ ഇവിടെ? എന്റെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടി. അപ്പൊ ലക്ഷ്മണ ഇവിടെ കുളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നീ വന്നപ്പോ കുളിച്ചില്ലേ? ഇവിടെ ഭയങ്കര ചൂടാ. ചെല്ലു. സംസ്ഥാനത്ത് ജനവാസ മേഖലയിലെ പാമ്പ് ഭീഷണി തുടരുകയാണ്. പാലായിൽ വീട്ടമ്മയെ പാമ്പ് കടിച്ചു. പ്രതിദിനം പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയെന്നാണ് കണക്കുകൾ. പാമ്പിന്റെ ശല്യം കൂടുവാണല്ലോ. എവിടെ നോക്കിയാ പാമ്പിനെ കെട്ടുന്നേ? നീ ആ ജനാല തുറന്നിടുന്നത് നിർത്തിക്കോ. എന്റെ റൂമിൽ എവിടുന്ന് പാമ്പ് വരാനാ? തനുവിന്റെ ഒച്ചയല്ലേ അത്? എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. നീ ഒന്ന് പോയി നോക്കിയേ. പാമ്പാണോ? ഞാനിതാ വരുന്നു. എവിടെ പാമ്പ്? എവിടെ? അയ്യോ, ഞാനൊന്നും കണ്ടില്ല. ഇറങ്ങി പോണോ?
അയ്യോ എന്റെ എല്ലാം പോയേ, ഞാൻ ആരെ കാണിക്കാൻ വെച്ചതാ അതൊക്കെ. എന്താ എന്തു പറ്റി? പാമ്പാണോ? അല്ല, പാറ്റ. ഊഹ്, ഇപ്പഴാ സമാധാനായേ. ഇപ്പോഴാ സമാധാനം പോയേ. ഏ നീ ലക്ഷ്മിയോട് പോയി പറ, പാമ്പല്ല പാറ്റയാന്ന്. ഈശ്വര, ഞാൻ ഇനി എങ്ങനെ ബ്രഹ്മചാരിയാവും? പന്തലും കസേരയും ഞാൻ ആരോട് പറയും? ഓടിയാലോ? അവിടെ നിക്കടോ, നിന്നില്ലെങ്കിൽ ഞാൻ കാല് വാരി അടിക്കും. തൂക്കി. എന്താ തനു? ലൈവ് ടെലികാസ്റ്റ് കണ്ടിട്ട് എന്താന്നോ? തനു, അത് ഞാൻ പാമ്പാണെന്ന് കരുതി. നീ പാമ്പാന്ന് കരുതി അവിടെ എന്താ വന്നേ? അതല്ല, നീ കരഞ്ഞപ്പോ ഞാൻ കരുതി റൂമില് പാമ്പിനെ കണ്ടുവന്ന്. അറിയാതെ പറ്റിയതാ. ഇനി ആരലറി കരഞ്ഞാലും ഞാൻ കേൾക്കില്ല. എന്നിട്ടെല്ലാം കണ്ടില്ലേ? തനു, തനു, എന്താ എന്തു പറ്റി? ലച്ചുമ്മ, തനു പ്ലീസ് പറയല്ലേ. എന്താടി പാമ്പാണോ? അല്ല ലച്ചുമ്മ, എന്നെ അവളുടെ വായിന്ന് കൈയെടുക്ക്. അത് അമ്മ അവളെ എട്ടുകാലി കളിച്ചു. അയിന് സ്പൈഡർ വുമൺ ആയാലോ എന്ന് പേടിച്ച് കരയാ. അതിന് അവളുടെ വായി എന്തിനാ നീ പൊത്തുന്നേ? അത് ഇവൾക്ക് പേടി. ഞാൻ സമാധാനിപ്പിച്ചിട്ട് വരാം. തനു പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം, ആരോടും പറയല്ലേ. എന്നാ എന്നെ കെട്ടണം. നടക്കില്ല തനു, നീ എന്റെ അനിയത്തിയാ. അത് എന്റെ മമ്മി അഡോപ്റ്റഡ് അല്ലായിരുന്നു. അപ്പൊ നമ്മള് തമ്മില് ബ്ലഡ് റിലേഷൻ ഉണ്ടോ? പക്ഷെ ആരെയോ കാണിക്കാൻ വെച്ചതാ അതൊക്കെ. എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ലച്ചു അമ്മയോട് പറയും നീ മനഃപൂർവ്വം വന്ന് കണ്ടതാന്ന്. അങ്ങനെങ്ങാനും നീ പറഞ്ഞാൽ ചട്ടകം പഠിപ്പിച്ച് എന്റെ കുണ്ടിക്ക് വെക്കും. 2 ദിവസം ഞാൻ സമയം തരാം. അതിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ചട്ടകവും ഫ്രീ, പിന്നെ എന്നെ ഫ്രീ. അങ്ങനെയല്ല, ഞാൻ ലച്ചു അമ്മയോട് പറയുമ്പോ നീ മനഃപൂർവ്വം കണ്ടതാണ് എന്ന് കരുതി നമ്മുടെ കല്യാണം നടക്കും, പിന്നെ ചട്ടകവും നിന്റെ കുണ്ടിക്ക് വെക്കും. അതുകൊണ്ട് മര്യാദ. കണ്ണും നോക്കിയ സൂപ്പർമാന്റെ ജെട്ടിയ 56 തുളകളാ. ദേവ, നിന്റെ മുഖം എന്താ കടന്നലുത്തിയ പോലെ? ഒന്നുമില്ലടാ, നമുക്കൊന്ന് പോയി തറവാട്ടിലെ കുളത്തിൽ പോയി കുളിക്കാം. ഞാൻ എങ്ങുമില്ല. ഒരു കുളി കഴിഞ്ഞതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. നീ ആ ദേവുവിനെ വിളിക്ക്. ആ പ്ലംബറിന്റെ നമ്പർ നിനക്ക് അയക്കാൻ പറ. തനുവിന്റെ ബാത്റൂമിലെ പൈപ്പ് പൊട്ടി, അതാ നിന്റെ റൂമിൽ കുളിക്കാൻ കയറിയ. കഴിഞ്ഞ തവണ ദിവാകരേട്ടൻ വന്നപ്പോ തനുവിന്റെ ഫോണിലെ നമ്പർ സേവ് ചെയ്തിട്ടെ. എന്നിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. ഹലോ. ഓഹോ, അപ്പൊ എന്റെ നമ്പറൊക്കെ അറിയാലേ. ഞാൻ കരുതിയ മറന്നുപോയെന്ന്. എനിക്ക് അടിയുണ്ടാക്കാൻ വയ്യ. നിന്റെ കയ്യില് പ്ലംബറിന്റെ നമ്പറില്ലേ? ദിവാകരേട്ടൻ തന്നതല്ലേ. അത് നീ എനിക്ക് അയക്ക്. ഓഫ്, അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ വിളിക്ക്. നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. അതെന്താ നിനക്ക് വിളിച്ചാ? ഞാനിപ്പോ വിളിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല. നാളെ നീ എപ്പോഴാ എത്താ? രാവിലത്തെ ഫ്ലൈറ്റ്, വേഗം എത്തും. ശരിടി, ഞാനിവിടെ കുറച്ച് ബിസിയാ. ബൈ. ഇതിനും മാത്രം എന്ത് ബിസി? ഓ, വലിയ ബിസിക്കാരൻ. ദിവാകരേട്ടൻ. ഹലോ, ഇത് ദിവാകരേട്ടനാണോ? അല്ല, ദിവാകരേട്ടന്റെ മോനാ. പ്ലംബിങ്ങിന്റെ ആവശ്യമാണെങ്കിൽ പറഞ്ഞോ. ഓ, ഞാൻ ദേവുവാ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. നാളെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഒന്ന് വരാമോ? ഒരു പൈപ്പ് ശരിയാക്കാനുണ്ടായിരുന്നു. പിന്നെന്താ, നീ വിളിച്ച ഞാൻ ഇവിടെയും വരാലോ. എക്സ്ക്യൂസ് മീ. എന്താ, വേറെ വല്ല റൂമും വേണോ? വേണ്ട, ഇത് വിട്ടാ പറ്റില്ല. ഫോണിൽ 2 തെറി വിളിച്ചാൽ അത് തീർന്നു പോവും. നാളെ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. നിന്റെ ഊപ്പാട് ഞാൻ അടക്കും. പന്നി അവന്റെ മറ്റോടത്തെ റൂം.
മണിക്കൂറായി ഞാൻ കിടന്ന് വട്ടം കറങ്ങുന്നത്. ഏത് പട്ടിക്കാട്ടിലാണ് ഈ തറവാട് വെച്ചേക്കുന്നേ? എന്റെ ദൈവമേ, ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ഇപ്പൊ എന്ത് തേങ്ങ ഞാൻ കാണിക്ക? ദേ ഒരു പെണ്ണ്. ഇവള് മറ്റേ ഇന്നലെ ക്ലബിൽ വെച്ച് കണ്ടതല്ലേ? എന്നെ മനസ്സിലായിട്ടില്ല. ഇവളോട് ഇപ്പൊ തൽക്കാലം ചോദിക്കാം. ഹലോ. യെസ്. ഈ ശ്രീമംഗലം തറവാട് എവിടെയാന്നറിയോ? ശ്രീമംഗലം തറവാടോ? ഓ, അപ്പൊ ഇവനാണ് മറ്റവൻ. ഇന്നലെ അവന് റൂം വേണമെന്നോ അവന്റെ അപ്പന്റെ. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പണി കൊടുക്കുന്നില്ല. നീ ആദ്യം 2-3 കിലോമീറ്റർ പോയി കറങ്ങിയിട്ട് വാ. ആ, ശ്രീമംഗലം തറവാട്. നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയ, വലത്തോട്ട് തിരിയ, ഇടത്തോട്ട് തിരിയ, നേരെ പോവാ. അപ്പൊ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് വീണ്ടും നേരെ പോവാ, വീണ്ടും നേരെ പോവാ. അപ്പൊ സൈഡിലൊരു വളവുണ്ടാവും. ആ വളവിൽ നിന്ന് വീണ്ടും നേരെ പോവാ. അപ്പൊ റൈറ്റില് കാണുന്ന തറവാട. ഇത്ര ദൂരമുണ്ടോ? ഗൂഗിൾ മാപ്പിൽ എങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞ്. ആ, താങ്ക് യു സോ മച്ച്. ഞാൻ വഴി അറിയാതെ കുറെ നേരമായി നോക്കുമായിരുന്നു. വെൽക്കം. പോയി 2-3 കിലോമീറ്റർ കറങ്ങിട്ട് വാ. ബാക്കി നീ അവിടെ എത്തുമ്പോ ഞാൻ തരാം. ഇനി നേരെ തറവാട്ടിലേക്ക് ചെല്ലണ്ട. ആദ്യം ആ പാറുവിനെയും കൊണ്ട് വല്ല ബേക്കറിയിലും പോയി ഷേക്ക് കുടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് കെട്ടി എന്നുള്ള. ഡീ പറട്ടെ, നിനക്കൊരു ഷേക്ക് ഫുള്ള് കുടിക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. അവസാനം നിന്റെ കൂടെ ഞാൻ കുടിക്കേണ്ടി വന്നു. ക്ഷമിക്കും മോളെ, പറ്റിപ്പോയി. ഒരു തവണ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പിന്നെ ലാഭം എനിക്കാണല്ലോ. ഹലോ മിസ്റ്റർ. ഓ, എത്തിയാ? ലക്ഷ്മാ, ഇതെന്താ പിച്ചക്കാരോ? ആ, എത്തിയോടി പെണ്ണെ. പിന്നല്ലാണ്ട്. ലക്ഷ്മനെ മിസ് ചെയ്തോ? തേങ്ങ. പോയി കുളിക്കടി. അവള് കുളിക്കാതെ എന്നെ കെട്ടിപ്പിടിക്കാൻ വന്നേക്കുന്നു. കുളിച്ചില്ലെങ്കിലും എനിക്ക് മുല്ലപ്പൂവിന്റെ മണം. മുല്ലപ്പൂ. ചീഞ്ഞ മുല്ലപ്പൂവിന്റെ മണായിരിക്കും. അതിന് മുല്ലപ്പൂ ചെയ്യോ? എനിക്കറിയില്ല. ഹലോ, ഞാനാണ് തനു. എന്നെ ഓർമ്മയുണ്ടോ? ഏയ്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇവളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ലക്ഷ്മ, അതെ ശിവനെത്തി. ശിവ, എന്താണ് ഇത്ര വേർതിരിക്കുന്നേ? എന്തു പറ്റി? വഴി തെറ്റിയോ? അയ്യോ, അപ്പൊ ഇത് പ്ലംബർ അല്ലേ? പ്ലംബറോ? പ്ലംബർ രാവിലെ 7 മണിക്ക് വന്നോടി. ഇത് തനുവിന്റെ ചേട്ടനാ, ശിവൻ. ദൈവമേ, ഈ വെട്ടുപോ തന്നെ കൊല്ലുമെന്നാ തോന്നണേ. തെറ്റിയില്ല. ഒരു മോള് തെറ്റിച്ചതാ. മര്യാദക്ക് തറവാടിന്റെ ഫ്രണ്ടിൽ എത്തിയതാ ഞാൻ. അവളോട് വഴി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഏതോ കള്ള് ഷാപ്പിലേക്കുള്ള വഴി. വെറുതെ ആരെങ്കിലുമൊക്കെ വഴി തെറ്റിച്ചു വിടോ? നീയൊന്ന് അന്വേഷിക്കേ ആരാന്ന്. സാരില്ല, പണി ഞാൻ കൊടുത്തോളാം. പിന്നെ ലക്ഷ്മ, എന്നെ ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ, എന്റെ കയ്യിലിരുന്ന് നീ എത്ര അപ്പിയിട്ടതാ. ഇതിനൊരു മാറ്റമില്ലേ? അയ്യോ, കണ്ടു. അവള് ചിരിക്കുന്നു. ഇന്നലെ എന്റെ തന്തയ്ക്ക് വിളിച്ചതും പോരാനിട്ട് ഇന്നെന്നെ വഴി തിരിച്ചു വിട്ടേക്കുന്നു. നിന്റെ കാര്യം തീർന്നടി. ഹായ്, നീയാണോ ദേവു? ഇപ്പഴാ കണ്ടതിന് സന്തോഷം. നിന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അടുത്ത് കണ്ട പോലെ ഒരു ഓർമ്മ. എവിടെയെങ്കിലും ആവട്ടെ, എനിക്ക് ഇച്ചിരി അൾഷിമേഴ്സുള്ള കൂട്ടത്തില. ഓ, ഇനി വെളിവില്ലായ്മേനെ അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാ പോരെ? ദേവാ, ഞോ, നീ ഇങ്ങോട്ട് വന്നേ. എന്റെ പാറുവിന്റെ മുമ്പിൽ എന്റെ ഓറ ഫുള്ള് കളയാനായിട്ട്. A few hours later. നമുക്കൊന്നുമായിട്ട് തറവാട്ടിലെ കുളത്തില് പോയി നീരാടാം. ഞാൻ ഇന്നലെ ഈ പോത്തിനെ വിളിച്ചതാ. അപ്പൊ അവന് മൂടില്ലാന്ന്. ഓ, എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ല. ഫോൺ തോണ്ടിയിരുന്നു മടുത്തു.
എന്നാ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ടും. ദേവാ നീ വരുന്നില്ലേ? ഇക്കിളിയാവുന്നുണ്ടോ? ഇക്കിളിയാവുന്നത് മീനുള്ളോണ്ടാ. അപ്പൊ നിനക്കെന്തായാലും ആവൂല. അതെന്താ എനിക്കാവാത്ത? ഈ തറവാട്ടിലെ കുളത്തിൽ നീരാട്ടം? എന്റെ ശിവനെ, ബൈനാക്കുലർ എവിടെ? ആ, കിട്ടി. നോക്കട്ടെ. എന്റെ എല്ലാം കണ്ടതല്ലേ, റിവെഞ്ച് ആയിട്ട് ഞാൻ തിരിച്ചും കാണും. എന്റെ ദൈവമേ, ഇത് എന്തുവാ ഇത്? മുഴകളുടെ അടിയന്തരോ? തനു, ഉഫ്, പൊക്കി പൊക്കി. എന്താടി നോക്കുന്നേ? ബൈനാക്കുലറോ? വായി നോക്കുവാണോ? ആരെയാ? ഏയ്, ഞാൻ കുളത്തില് കൊക്കൊക്കെ ഉണ്ടോന്ന് നോക്കിയതാ. കുളത്തില് കൊക്കോ? ആ, ലച്ചുമ്മ വിളിക്കുന്നു. ഞാൻ പോട്ടെ എന്നാ, ബൈ. നിക്ക്, ബൈനാക്കുലർ തന്നിട്ട് പോ. അയ്യോ, തൂക്കി. കാരണം ആവാനുള്ള സാധനം നിനക്കില്ല. തമാശ ഇച്ചിരി കൂടുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞതിൽ സങ്കടമായല്ലേ? സോറി. ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞേ. നോക്കിയിട്ട് പറയടാ, എനിക്ക് ഉണ്ടോ ഇല്ലയോന്ന്. അവന്റെ ഒരു സംശയം. ദൈവമേ, എന്താ ഞാനിപ്പൊ കണ്ടേ? ഞാനിപ്പൊ മേടിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇവള് ഭാഗ്യം. അയ്യോ, ഞാൻ കണ്ടില്ലേ, അപ്പൊ ഭാഗ്യമില്ല. നോക്കിയിട്ട് പറയടാ, എനിക്ക് ഉണ്ടോ ഇല്ലയോന്ന്. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ. അയ്യോ, ഞാനൊന്നും കണ്ടില്ലേ. എന്തുവാടി കിടന്ന് കാർന്നേ? ഏയ്, ഒന്നുമില്ല. ഞാനൊന്നും കണ്ടില്ലാന്ന് പറയായിരുന്നു. എന്ത് കണ്ടില്ലാന്ന്? നീ എന്തൊക്കെയായി പറയുന്നേ? അത് പാറു. എന്ത് പാറു? എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. പറയടി എന്താന്ന്. ഏടി, അത് പിന്നെ നീ കണ്ട? എല്ലാം കണ്ട? എല്ലാം ക്ലിയർ ആയിട്ട് കണ്ട? എന്റെ വായിരിക്കണ കേക്കരുത്. എടി, അതല്ല, ഒരു കൺഫർമേഷൻ ചോദിച്ചതാ. കണ്ടത് ഓർമ്മയുണ്ടോ? ശരിക്കും? ഉറപ്പ്? ഉറപ്പ്? കട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോ എനിക്ക് അത് ഓർമ്മ വരുന്നു. അത് പൊളിച്ച്. നീ എപ്പോഴാ ഉറങ്ങാൻ നോക്കി? അല്ല, ഉച്ചയ്ക്ക് ഒരു ഉച്ചമയക്കത്തിന് ശ്രമിച്ചതാ. ഓ, ആയിക്കോട്ടെ, പേടിക്കല്ലേ. നമുക്ക് നടപടി ഉണ്ടാക്കാം. ഞാനെന്നാ പോട്ടെ. വീട്ടിൽ കയറിയില്ലെങ്കിൽ മാതാശ്രീ എന്നെ പനിക്കിടും. നീ പൊക്കോ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ദൈവമേ, എനിക്ക് പേടിയാവള്. ഇനി അത് മനസ്സിലുണ്ടാവോ? ഞാനാണെങ്കിൽ മറക്കും. അതെനിക്ക് വെളിവില്ലാത്തോണ്ടാന്ന് പറയാം. പക്ഷെ മറന്നില്ലെങ്കിലോ? തനു, എന്താ പറു? നീ എന്തെങ്കിലും കേട്ടോ? ആര് എന്ത് കണ്ട പേരും പറഞ്ഞാ നീ കിടന്ന് കരയുന്നേ? എന്താ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ദേ തനു, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എന്നോട് എന്താ പറയാത്തെ? എന്താണെങ്കിലും പറ. ഇതിനേക്കാളും വലിയൊരു സംഭവം ഇപ്പൊ കേട്ടിട്ടാ ഞാൻ വരുന്നേ. ആണോ? എടി അത് നിന്റെ എല്ലാം കണ്ടോ? അയ്യോ, ആടി. എന്നിട്ട് നീ എന്ത് ചെയ്തേ? ഞാൻ എന്നെ കെട്ടണമെന്ന് പറഞ്ഞു. ആ, സീരിയലൊക്കെ അങ്ങനെയല്ലേ നടക്കാറ്? ഉഫ്, എന്റെ ദൈവമേ, ചേട്ടൻ അനീതി മാറി മാറി കാണുവാണല്ലോ. തേങ്ങ. എന്റെ കയ്യും കാലം വരയ്ക്കണം. എന്തിന്? എടി, അത് ഇന്ന് വൈകിട്ട് ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഫ്ലാഷ് ബാക്ക്.
ആർക്കു വേണ്ടിയാണ് അവ ഈ മഴയൊക്കെ ഉണ്ടാക്കി കൂട്ടണേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ എല്ലാം കണ്ടു തേങ്ങ. ആഹാ, വെറുതെ നടക്കുന്നോ? ഇപ്പൊ ഒരു പണി തരാം ഞാൻ. താനു, നീ എന്താ ഇവിടെ? ഇറങ്ങിപ്പോ. ഐ ആം സോ സോറി. കുറ്റിട്ടോ? താനു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ പോ. ഇല്ലെങ്കി എന്താ പേടിയാവുന്നുണ്ടോ? ചട്ടകം പ്ലസ് മീ. ഏതാണ് വേണ്ടത്? ഇവളുടെ അമ്മായിപ്പൻ്റെ എനിക്കിട്ട് പണിയുവാൻ നോക്കുവോ ഇവള്? ഓപ്ഷൻ എ വേണോ അതോ ഓപ്ഷൻ ബി വേണോ? ഓപ്ഷൻ സി. ഏ, ഓപ്ഷൻ സി അതിനില്ലല്ലോ. വേണോ വേണ്ടോന്ന് നീയാണോ തീരുമാനിക്കണ്ടേ? ദൈവമേ, റൂട്ട് മാറിയാ. ഓപ്ഷൻ സി എന്താ? നിന്നെ കെട്ടുന്നതിന്റെ കൂടെ ഇപ്പോ ഏ, ഏ, ഏ? ഉം, കണ്ട സ്ഥിതിക്ക് എനിക്കിനി ഈ ബ്രഹ്മചാരിയാവാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതല്ലേ ഭേദം. എന്താ പിന്നെ, നീയും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. ആരാ? ഞാനാ? ഞാനൊക്കെ അല്ല. ഇതേ എന്നെ ലക്ഷ്യം വിളിക്കണു. ഞാനെന്നാ പോട്ടെ. അവിടെ നിക്കടി. നീ എന്നോട് ചോദിച്ചില്ലേ ഞാൻ കണ്ടോന്ന്? കണ്ടു. ഞാനെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കണ്ടു. കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താ സംശയമുണ്ടോ? സംശയം എനിക്കോ? തൊടയിലെ ആ കറുത്ത മറുക്. സത്യമായിട്ടും അങ്ങനെ പറഞ്ഞാ? ആടി മോളെ, പേടിച്ച് മുള്ളിയില്ലെന്നേ ഉള്ളു നീ. നീ എങ്ങനെ ഇവിടെ എത്തി? പിന്നെ ഞാൻ ഇറങ്ങി ഓടി. ഓഹ്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെങ്ങനെയാണെങ്കിൽ ജനാല തല്ലിപ്പൊടിച്ച് ഓടി വന്നേനെ. പാറു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ? അതും പോരാഞ്ഞിട്ട് മുറിയിലോട്ട് കേറി ചെന്ന് പോയി കുറ്റിയിട്ടേക്കുന്നു. നീയെല്ലാം വലിച്ചു വെച്ചേ. എടി, ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്നും പേടിപ്പിക്കാൻ പറഞ്ഞതാ. എന്നിട്ട് ഇപ്പൊ ആരാ പേടിച്ചേ? ഞാൻ. തൽക്കാലം നീ നിന്റെ റൂമിൽ പോയി കുറ്റിയിട്ട് കിടന്നുറങ്ങിക്കോ. ഇനി ലക്ഷ്മിയോട് പറയാൻ നിക്കണ്ട. പറഞ്ഞ എന്തായാലും കല്യാണം നടത്തും. ശരിയടി, ഇരുട്ടാവണതിന് മുമ്പ് ഞാൻ മുറിയിലേക്ക് ചെല്ലട്ടെ. ബായ്. ദേവനങ്ങനെ വെറുതെ ഒന്നും പെരുമാറില്ല. എനിക്ക് തോന്നണ ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാന്ന. എന്നാലും മറുകൊക്കെ ഓർത്തു വെക്കൂ. ഇവള് പേടിച്ച് പറഞ്ഞതാവാനാ വഴി. എന്തായാലും കണ്ടറിയാം. ദേവു, തനുവിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേ. ഓഫ്, ഇനി അവളെയൊക്കെ എന്തിനാ വിളിക്കുന്നേ? ഇല്ലടാ, നിന്നെ മാത്രം വിളിക്കാം. നീ ചെല്ലു. തനു, എന്താടി വേണ്ടേ? എന്തു പറ്റി? ഓ, ദേവുമായിരുന്നോ? ഞാൻ പെട്ടെന്ന് മുഖം കണ്ടപ്പോഴോ? ഏയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോവും. അതാട്ടോ, വേറൊന്നുമില്ല. ബാ, ഫുഡ് കഴിക്കാം. എല്ലാവരും ഉണ്ടോ അവിടെ? നിന്റെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ടില്ല, ഇപ്പൊ വിളിക്കണം. ദേവനുണ്ട്. എന്നാ ഞാനില്ല, എനിക്ക് വിശപ്പില്ല. എന്താന്നറിയില്ല. എനിക്ക് വിശപ്പില്ല. വൈകിട്ട് ആ പഴംപൊരി കയറ്റുന്ന കണ്ടപ്പോഴേ തോന്നി. പഴംപൊരി. ആഹാ, ഹരിയേട്ടൻ എവിടെയുണ്ടോ? മറ്റേ ശിവേട്ടനെ വിളിച്ചോണ്ട് ഫുഡ് കഴിക്കാൻ പാ. ഹരി, ഒന്നിങ്ങോട്ട് വരും, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണം. ദേവു, നീ ശിവനെ പോയി വിളിക്കേ. ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താടാ? അതൊക്കെയുണ്ട്, വാ. ഞാനങ്ങോട്ട് ഒറ്റയ്ക്കോ? ദേവു, നീ സ്ട്രോങ് ആണ്. കം ഓൺ.
അയ്യോ, നീ എന്താണ് ചെറ്റ എവിടെ? ദൈവം എല്ലാം കണ്ടു. ഞാനൊന്നും കണ്ടില്ല.